ഇൻവെന്ററി മൊഡ്യൂളിൽ ലോയൽറ്റി ഫോമിന്റെ അണ്ടറിൽ വരുന്ന ലാസ്റ്റ് ഓപ്ഷനാണ് കാർഡ് സ്കീം. ഈ ഒരു കാർഡ് സ്കീം ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ലോയൽറ്റി കാർഡിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കീം അല്ലെങ്കിൽ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോയൽറ്റി കാർഡ് സ്കീം സെർച്ച് പേജാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാർഡ് സ്കീം ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ കാണാൻ സാധിക്കും. ഓരോ സ്കീമിൻ്റെയും ഡോക്യുമെൻറ്റ് നമ്പർ, കാർഡ് നെയിം, ഫ്രം ഡേറ്റ് ആൻഡ് അതിൻ്റെ എൻഡ് ഡേറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാർഡ് സ്കീമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടുതലായി നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു ലോയൽറ്റി കാർഡ് സ്കീം സെർച്ച് പേജിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഫിൽറ്റർ ഓപ്ഷൻ ആണ്. ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ കാർഡ് സ്കീം ഡീറ്റെയിൽസ് മാത്രം നമുക്ക് സെർച്ച് ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്കിവിടെ കാർഡ് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു കാർഡിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ സ്കീമിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ബൈ ഡേറ്റ് ഓപ്ഷനാണ്. ബൈ ഡേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് റേഞ്ചിനിടയിലുള്ള സ്കീമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് സെർച്ച് ബാർ ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ കാർഡ് നെയിം എൻ്റർ ചെയ്തുകൊണ്ടും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മെനു വരുന്നത് ആഡ് ന്യൂ കാർഡ് സ്കീമാണ്. ഒരു ന്യൂ കാർഡ് സ്കീം ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ലാസ്റ്റ് വൺ വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ലോയൽറ്റി കാർഡ് സ്കീം ഡീറ്റെയിൽസ് എല്ലാം എക്സൽ ഫോർമാറ്റിലേക്കും മറ്റും എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ന്യൂ കാർഡ് സ്കീം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ കാർഡ് സ്കീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ കാർഡ് സ്കീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോയൽറ്റി കാർഡ് സ്കീമിൻ്റെ ഒരു ന്യൂ ഫോം ആണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ് നമ്പർ കാണാം. ഇത് ഓട്ടോമാറ്റിക്കലി ഡോക്യുമെൻറ്റ് നമ്പർ അപ്പിയർ ആവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കാർഡ് നെയിം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാർഡിൻ്റെ ഡീറ്റെയിൽസും അവൈലബിൾ ആയിട്ട് വരും. അതിൽ നിന്നും നമുക്ക് വേണ്ട കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫ്രം ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതൊരു ഡേറ്റിലേക്കാണോ നമുക്ക് നമ്മളുടെ സ്കീം അല്ലെങ്കിൽ ഓഫർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ എൻഡ് ഡേറ്റ്, അതായത് അത് എന്നാണോ ആ ഒരു ഓഫർ അവസാനിക്കുന്നത് ആ ഒരു ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഡ്യൂ ഡേറ്റ് മാർക്ക് ചെയ്യുക. ഡേറ്റ് മാർക്ക് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തില്ല എങ്കിൽ ഇത് ഒരു എൻഡ്ലെസ് സ്കീമായിട്ട് വാലിഡ് ആകുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് ഓർ കാറ്റഗറി എന്നൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനും അതുപോലെ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന പ്രോഡക്റ്റ് നമുക്ക് പ്രോഡക്റ്റിനെ സ്കീം എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ബ്ലോക്ക്ഡ് ആയിരിക്കും. നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റിന് സ്കീം എൻ്റർ ചെയ്യാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഡ്യൂ ഡേറ്റ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓരോ പ്രോഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ കാറ്റഗറിയും നമുക്ക് സ്കീം എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പ്രോഡക്റ്റ് ഓർ കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഐറ്റംസ് എന്ന പേജിൽ നമുക്ക് ഏത് പ്രോഡക്റ്റിനൊക്കെയാണോ നമുക്ക് സ്കീം എൻ്റർ ചെയ്യേണ്ടത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രോഡക്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് സെയിൽ വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. സെയിൽ വാല്യൂ നമുക്കിവിടെ 2000 എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ഏണിംഗ് പോയിന്റ് ആണ്. നമ്മൾ ഈ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു 2000 എന്ന എമൗണ്ടിൽ എത്ര പോയിന്റ് ആണോ നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത്, അതായത് 2000 രൂപയ്ക്ക് കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ആണോ ആ ഒരു കസ്റ്റമറുടെ കാർഡിൽ ഏൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് വാല്യൂ ആണ് നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ 20 പോയിന്റ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റമർ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ഡേറ്റിൽ 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 20 പോയിന്റ് ആയിരിക്കും ഏൺ ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഓർ കാറ്റഗറി വൈസിൽ നമുക്ക് സ്കീം എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ വരുന്നൊരു ഓപ്ഷൻ അവൈലബിൾ അറ്റ് എന്നൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ബ്രാഞ്ച് ഓർ HO സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാർഡ് സ്കീം ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ പർട്ടിക്കുലർ HOയിലേക്കോ വേണ്ടി മാത്രമാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് അല്ലെങ്കിൽ HO നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ന്യൂ സ്കീം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓർ കാറ്റഗറി വൈസിലല്ലാതെയും നമുക്ക് സ്കീം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അൺമാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കപ്പോൾ ഡ്യൂ ഡേറ്റ് ആൻഡ് സെയിൽ വാല്യൂ, ഏണിംഗ് പോയിന്റ് ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് വൈസ് അല്ലാതെ എല്ലാ കോമൺ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു സ്കീം സേവ് ആകുന്നതാണ്. സ്കീം സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ലോയൽറ്റി കാർഡ് സ്കീം സെർച്ച് പേജാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ സ്കീമിൻ്റെ ഡീറ്റെയിൽസും വിത്ത് കാർഡ് നെയിം ആൻഡ് ഡേറ്റ് ഡീറ്റെയിൽസ് അടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ലോയൽറ്റി കാർഡ് സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.